സ്ത്രീകളിലെ സ്ഥിരമായ ക്ഷീണം ഇത് സാധാരണ കാര്യമാണെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. ജോലിയേറിയ ദിനങ്ങൾ, ഉറക്കക്കുറവ്, ടെൻഷൻ ഇവയെല്ലാം കാരണമെന്ന് കരുതി നാം അതിനെ അവഗണിക്കാറുണ്ട്. പക്ഷേ ഈ ക്ഷീണത്തിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണമുണ്ടാകാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ശരീരത്തിലെ അയണിന്റെ കുറവ്, അതായത് അയൺ ഡെഫിഷ്യൻസി. വിദഗ്ധർ പറയുന്നത് പ്രകാരം അമിതക്ഷീണം പറഞ്ഞ് ആശുപത്രിയിലെത്തുന്ന സ്ത്രീകളിൽ ഏകദേശം 80% പേരിലും പ്രധാന കാരണം അയണിന്റെ കുറവാണ്. പ്രശ്നമെന്തെന്നാൽ ഈ കുറവ് പെട്ടെന്നുണ്ടാകുന്നില്ല. മാസങ്ങളായി, ചിലപ്പോൾ വർഷങ്ങളായി പോലും നമ്മുടെ ശരീരത്തിൽ ഇത് പതുക്കെ വളരുന്നു. ശരീരം അതിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ വൈകും. എന്നാൽ ഇതിന്റെ ഫലങ്ങൾ ഗുരുതരമാണ്. ശരീരത്തിൽ അയൺ കുറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയും. അതോടെ ശരീരത്തിനാവശ്യമായ ഓക്സിജൻ ലഭ്യമാകില്ല. ഫലം സ്ഥിരമായ ക്ഷീണം, ദൗർബല്യം, തലചുറ്റൽ. ഇതോടുകൂടെ ശരീരത്തിലെ ഊർജം കുറഞ്ഞ് പെട്ടെന്ന് പ്രായമാകുന്ന പോലെ തോന്നാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഗർഭാവസ്ഥയിലും ആർത്തവ സമയത്തും അയണിന്റെ കുറവ് കൂടുതലായി കണ്ടുവരുന്നു. അതുകൊണ്ടുതന്നെ ഈ ലക്ഷണങ്ങളെ അവഗണിക്കരുത്. പകരം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുതന്നെ നമുക്കിത് നിയന്ത്രിക്കാം. നമ്മുടെ ഭക്ഷണത്തിൽ അയൺ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. മത്സ്യം, ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ലിവർ, പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, ബീൻസ്, സോയാബീൻസ്, ഇലക്കറികൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഇവയെല്ലാം ശരീരത്തിനാവശ്യമായ അയൺ നൽകും. അയൺ അടങ്ങിയ കൂടുതൽ ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് ലഭിക്കുവാൻ അയൺ എന്ന് കമന്റ് ചെയ്താൽ മതി. ഓർക്കുക, നിങ്ങളുടെ ശരീരം നൽകുന്ന ഈ ചെറിയ സൂചനകൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കമാകാം. അതിനാൽ ക്ഷീണം സാധാരണമല്ല, അതൊരു സന്ദേശമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ കേൾക്കൂ, നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കൂ. Stay healthy. Follow for more.